പരിസ്ഥിതിയിൽ ഭംഗിയും ചൂട് നിൽക്കുന്ന കുറുമണ്ണ ഗ്രാമത്തിന്റെ തിലകക്കുറിയാണ് 1929 ആരംഭം കുറിച്ച സെന്റ് ജോൺസ് എൽ പി. വർഷത്തിലേക്ക് അടുക്കുന്ന ഈ വിദ്യാലയം ഇന്ന് കുട്ടികളിൽ കൃഷിയോടുള്ള അഭിമുഖ്യം വളർത്താൻ കാർഷിക വൃത്തി പ്രോത്സാഹിപ്പിക്കാനുമായി പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും സംഘടിപ്പിക്കുന്ന കുട്ടികളും കൃഷിയിലേക്ക് എന്ന പ്രോഗ്രാമിൽ അഭിമാന ടൂറിസം പങ്കെടുക്കുകയാണ്. സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി പരമാവധി സ്ഥലം പ്രയോജനപ്പെടുത്തി വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യാൻ സാധിച്ച സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി അഗ്രിമ മാർക്കറ്റിൽ വെച്ച് നടന്ന കുട്ടികളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് അധ്യാപകൻ ശ്രീ ഡോണി പി സാജു പങ്കെടുത്തു. യോഗത്തിൽ സംബന്ധിച്ച പാലാ രൂപത കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ദർശനാസ് കുന്നപ്പുറവും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറി ഫാദർ തോമസ് കിഴക്കനും പറഞ്ഞ വാക്കുകൾ കണ്ണുകർപ്പിക്കുന്നവയായിരുന്നു. കുട്ടികളിൽ കൃഷിയോടുള്ള താല്പര്യവും അഭിരുചിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ആവശ്യകതയും മറ്റും അവർ ചർച്ച ചെയ്തപ്പോൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ പ്രാധാന്യം ആർക്കും വ്യക്തമാകാൻ ഉതകുന്നതായിരുന്നു. ശ്രീ സിബി കണിയാമ്പടി നേതൃത്വം നൽകിയ കൃഷിയെ സംബന്ധിച്ച ക്ലാസ് ഏറെ പ്രയോജനപ്രദമായിരുന്നു. എങ്ങനെ കൃഷിയിലേക്ക് കടക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം എന്നൊക്കെ വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ക്ലാസ് സഹായിച്ചു. കുട്ടികളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ നിർദ്ദേശിച്ചനുസരിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി കാർഷിക ക്ലബ് രൂപീകരിച്ചു. പ്രഥമ യോഗത്തിൽ കുട്ടികളുടെ നിർദ്ദേശാനുസരണ ക്ലബിന് റൂറൽ റൂട്ട്സ് എന്ന പേര് നൽകി. റൂറൽ റൂട്ട്സിന്റെ പ്രഥമ ഭാരവാഹികളെ പ്രസ്തുത യോഗത്തിൽ തെരഞ്ഞെടുത്തു. ക്ലബിന്റെ ചുമതലയുള്ള അധ്യാപകനായി ശ്രീ ഡോണി പി സാജുവിനെയും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അക്ഷയ് VS, വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ദിയ റോജി, സെക്രട്ടറിയായി അനന്തു സുരേഷ്, ജോയിന്റ് സെക്രട്ടറിയായി മെറീന ബിജു, ട്രഷറർ ആയി എബിൻ ബാബു എന്നീ വിദ്യാർത്ഥികളെയും യോഗം തിരഞ്ഞെടുത്തു. യോഗത്തിൽ പ്രഥമാധ്യാപകൻ ശ്രീ ബിജോയ് ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കുകയും അധ്യാപകൻ ശ്രീ ഡയസ് കുര്യൻ അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ചെയ്തു. ക്ലബിന്റെ പ്രവർത്തനം എങ്ങനെയാവണമെന്നും കൃഷിസ്ഥലം നിശ്ചയിക്കലും യോഗത്തിൽ ചർച്ചയായി. ഉദ്ഘാടന യോഗത്തിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ ക്ലബിന്റെ ചുമതലയുള്ള അധ്യാപകൻ ശ്രീ ഡോണി പി സാജു അവതരിപ്പിച്ചു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കുട്ടികളും അധ്യാപകരും ഉന്നയിക്കുകയും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയും ചെയ്തു. കടനാട് പഞ്ചായത്ത് കൃഷി ഓഫീസ് വിദ്യാർത്ഥി പ്രതിനിധികളും ക്ലബിന്റെ ചുമതലയുള്ള അധ്യാപകനും സന്ദർശിച്ച കൃഷി ഓഫീസർ മഞ്ജുളാദേവി മാഡത്തിനെ നേരിട്ട് കണ്ട് സ്കൂളിൽ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അറിയിക്കുകയും കൃഷി ഓഫീസറിന്റെയും പിന്തുണയും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയും ചെയ്തു. സ്കൂളിലെ കൃഷി ആരംഭിക്കുന്നതിനും മികച്ച രീതിയിൽ മുൻപോട്ട് പോകുന്നതിനും ഉതകുന്ന നിർദ്ദേശങ്ങൾ മാഡം നൽകുകയും സാധിക്കുന്ന എല്ലാ സഹായ സഹകരണങ്ങളും പിന്തുണയും അറിയിക്കുകയും ചെയ്തു. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഈ കൂടിക്കാഴ്ച കാരണമായി. പ്രഥമ അധ്യാപകൻ ശ്രീ ബിജോയ് ജോസഫ് സാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അധ്യാപകരുടെയും ക്ലബ് പ്രതിനിധികളുടെയും യോഗത്തിൽ സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കലും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുമായുള്ള സമിതിയെ നിയോഗിക്കപ്പെടുത്തലും നടത്തി. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഈ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിനായി ആകെയുള്ള കൃഷിസ്ഥലത്തെ ഓരോ ക്ലാസ്സിനുമായി അനുവദിച്ചു നൽകി. ഓരോ ക്ലാസ്സിന്റെയും പ്രവർത്തനങ്ങളെ അതാത് ക്ലാസ് അധ്യാപകരുടെ നിർദ്ദേശാനുസരണം ഏകോപിപ്പിക്കുന്നതിനുമായി ക്ലബ് അംഗങ്ങളെ നിയോഗിച്ചു. രൂപരേഖ പ്രകാരം പ്രവർത്തനങ്ങളുടെ നടത്തിപ്പും പുരോഗതിയും വിലയിരുത്തുന്നതിനായി സ്കൂളിലെ അധ്യാപകനായ ശ്രീ ഡയസ് കുര്യന്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു. ഓരോ മാസവും ഈ സമിതിയുടെ വിലയിരുത്തലും നിർദ്ദേശങ്ങളും എല്ലാ ക്ലാസ് അധ്യാപകരും സ്വീകരിച്ച് വേണ്ട മാറ്റങ്ങളും മെച്ചപ്പെടുത്തലുകളും നടത്തിവരുന്നു. ഓരോ ക്ലാസ്സിനുമായി തിരിച്ചു നൽകിയ കൃഷിസ്ഥലം വിവിധ ഒഴിവു സമയങ്ങളിലായി എല്ലാ ക്ലാസുകളും വൃത്തിയാക്കി കൃഷിയോജ്യമാക്കി. ഇതിന് ക്ലാസ് അധ്യാപകരും ക്ലബ് അംഗങ്ങളും നേതൃത്വം വഹിച്ചു. സ്കൂളിലെ അധ്യാപകനായ ഫാദർ സജി ജോസ് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയിൽ നിന്നും വാങ്ങിയ വിത്തുകളും ഗ്രോ ബാഗുകളും ഉപയോഗിച്ച് കൃഷി ആരംഭിച്ചു. സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ള സ്ഥലം കുട്ടികളുടെ പങ്കാളിത്തത്തോടെ കിളച്ചൊരുക്കി വിവിധ കൃഷി ചെയ്യുന്നതിന് വേണ്ടി വിത്തുകൾ മുളപ്പിച്ചും ചെടിത്തണ്ടുകൾ പാകിയും കൃഷി ആരംഭിച്ചു. 200ഓളം ഗ്രോ ബാഗുകൾ മണ്ണും ചുണ്ണാമ്പ് പൊടിയും ചേർന്ന മിശ്രിതം നിറച്ച് അതിൽ വിത്തുകൾ പാകി ജൈവ വൈവിധ്യ വളങ്ങളാണ് കൃഷിക്കായി ചേർത്തത്.
വെള്ളമൊഴുക്കും വെള്ളക്കെട്ടും ഉള്ളതിനാൽ കൃഷി ചെയ്യാൻ ഗ്രോ ബാഗുകളാണ് പ്രധാനമായും ഉപയോഗിച്ചത്. കൂടുതൽ വെളിച്ചത്തിനും വളർച്ചയ്ക്കും വേണ്ടി വെർട്ടിക്കൽ രീതിയാണ് പന്തലിട്ടത്. പാവൽ, തക്കാളി, വെണ്ട, പയർ, മത്തങ്ങ, പടവലം, ക്യാബേജ്, കോളിഫ്ലവർ എന്നിങ്ങനെ വിവിധ കൃഷികൾ വിപുലമായി നടത്തിവരുന്നു. ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ ശ്രീ ബിജോയ് ജോസഫ് സാറിന്റെയും മറ്റ് അധ്യാപകരുടെയും ക്ലബ് അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഫാദർ സജി ജോസ് വിത്തുകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ബാക്കിയുള്ള ബാഗുകളിൽ കുട്ടികൾ ഇതേ മിശ്രിതം നിറച്ച് വിത്തുകൾ നടക്കുകയും പരിപാലിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 14 പാലാ ബിഷപ്പ് ഹൗസിൽ സംഘടിപ്പിച്ച കാർഷിക വിജ്ഞാന സദസ്സിൽ സ്കൂളിലെ കാർഷിക ക്ലബിന്റെ ചുമതലയുള്ള അധ്യാപകൻ പങ്കെടുത്തു. പ്രസ്തുത യോഗത്തിൽ ലഭിച്ച വിവിധ ക്ലാസുകളും അറിവുകളും സ്കൂളിലെ കൃഷി മെച്ചപ്പെടുത്തുന്നതിൽ വളരെ സഹായിച്ചു. യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാലാ രൂപതയുടെ അശ്വിനി പിതാവ് മാർ ജോസഫ് കരാങ്ങാട്ട് പിതാവിന്റെ വാക്കുകൾ നൽകിയ ഊർജ്ജം വളരെ വലുതായിരുന്നു. പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി സൗജന്യമായി വിതരണം ചെയ്ത 100 തൈകളും കൈപ്പറ്റിയാണ് സ്കൂളിലേക്ക് മടങ്ങിയത്. അടുത്ത ദിവസം തന്നെ വേണ്ട തയ്യാറെടുപ്പുകളോടെ തൈകൾ വിവിധ സ്ഥലങ്ങളിലായി നടുകയും ചെയ്തു. സ്വയം വാങ്ങിയ തൈകളും വിത്തുകളും കൂടാതെ ഈ തൈകളും ഇന്ന് കൃഷിത്തോട്ടത്തിന്റെ ഭാഗമാണ്. സ്കൂളിലെ ജൈവ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ടാവുന്ന പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമാക്കുന്നുണ്ട്. രാവിലെ സ്കൂളിലെത്തുന്ന കുട്ടികളും ഉച്ചഭക്ഷണ പദ്ധതിയുടെ ചുമതലയുള്ള അധ്യാപകരും പച്ചക്കറി വിളവെടുക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഓരോ കുട്ടികളും അവരുടെ ക്ലാസ്സിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെ വിളകൾ വിളവെടുക്കുമ്പോൾ അധ്യാപകരുടെ കൂടെ ഉണ്ടാകും. അത് അധ്യാപകർക്ക് കൈമാറുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആത്മാഭിമാനത്തിന്റെ തെളിച്ചത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഓരോ ദിവസവും കുട്ടികൾ ഈ വിളവെടുപ്പ് അവരുടേതായ രീതിയിൽ ആഘോഷമാക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. കൂടാതെ തൊടുപുഴ കാർഡ്സുമായി ചേർന്ന് സ്കൂളിൽ നടത്തുന്ന പച്ചക്കൊടുക്ക സമ്പാദി പദ്ധതിയിലേക്ക് പച്ചക്കറി വിഭവങ്ങൾ നൽകുന്നു. മറ്റുത്തിപ്പാറ സാന്തോ മിഷൻ ഫാമിലേക്കും സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ നിന്നും ശേഖരിച്ച പച്ചക്കറികൾ നൽകുകയുണ്ടായി. സ്കൂളിന്റെ ചുറ്റുവട്ടത്തുള്ള വിരമിച്ചവരായ അധ്യാപകർ ഇപ്പോൾ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യാപകരെ സന്ദർശിക്കുകയും ആദരിക്കുകയും ചെയ്തു. അവരുടെ കൃഷിത്തോട്ടങ്ങൾ കാണുകയും വിലയിരുത്തുകയും ചെയ്തത് സ്കൂളിലെ കൃഷിത്തോട്ടം മെച്ചപ്പെടുത്തുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും സഹായിച്ചിട്ടുണ്ട്. സ്കൂളിലെ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് കടനാട് പഞ്ചായത്ത് കൃഷി ഓഫീസർ ശ്രീമതി മഞ്ജുള ദേവി മാഡമായിരുന്നു. മാഡം കൃഷിത്തോട്ടം മുഴുവൻ സന്ദർശിക്കുകയും വിലയിരുത്തുകയും ചെയ്തു. സ്കൂളിലെ വിദ്യാർത്ഥിയും കാർഷിക ക്ലബിന്റെ വൈസ് ചെയർപേഴ്സണുമായ ദിയ റോജിയുടെ പിതാവ് ശ്രീ റോജി ജോസഫിന് കൃഷി ഓഫീസർ പ്രസ്തുത യോഗത്തിൽ വെച്ച് പൊന്നാട അണിയിച്ച് ആദരിച്ചു. യോഗത്തിൽ കൃഷി ഓഫീസറും ശ്രീ റോജി ജോസഫും കൃഷിയെപ്പറ്റി സംസാരിക്കുകയും വിദ്യാർത്ഥികളുമായി സംബന്ധിക്കുകയും ചെയ്തു. കുട്ടികളുടെ കാർഷിക വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വീടുകളിൽ ചെയ്ത കൃഷിയെ വിലയിരുത്തി മികച്ച കുട്ടി കർഷകരെ തിരഞ്ഞെടുത്തു. 8ാം ക്ലാസ് വിദ്യാർത്ഥിനി കുമാരി ദിയ റോജിയാണ് സ്കൂൾ കുട്ടി കർഷക അവാർഡിന് തിരഞ്ഞെടുത്തത്. ഇതുവരെയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം കുട്ടികൾക്ക് മികച്ച അനുഭവവും തിരിച്ചറിവുകളും നൽകുന്നവയായിരുന്നു. അറിയുന്ന സുഹൃത്തുക്കളുമായി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം മാത്രം രുചിയുമുള്ള. പണ്ട് ആളുകൾ കൃഷി ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പാട്ടുകളും ആചാരാനുഷ്ഠാനങ്ങളും പുസ്തകങ്ങളിലൂടെ മാത്രം പറഞ്ഞിട്ടുള്ള പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കൃഷിത്തോട്ടത്തിലെ ഓരോ നിമിഷവും ആവേശവും സന്തോഷവും നൽകുന്നതായിരുന്നു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കുട്ടികളും കൃഷിയിലേക്ക് എന്ന ഈ മികച്ച ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ സന്തോഷം അറിയിക്കുന്നതിനൊപ്പം ഇതിനായി കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ ബിജോയ് ജോസഫ് സാർ, ഡയസ് സാർ, സ്കൂളിലെ അധ്യാപക അനാധ്യാപകർ, രക്ഷകർത്താക്കൾ എന്നിവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇങ്ങനെ ഒരാശയം മുൻപോട്ട് വെച്ച പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലും ഈ ആശയം പ്രാവർത്തികമാക്കാൻ പിന്തുണ നൽകിയ കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട ബർക്കുമാൻ കുന്നുമ്പുറം അച്ഛനും നന്ദി അറിയിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു മാറ്റങ്ങൾ വരുത്തി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വരും വർഷങ്ങളിലും പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.